ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്നേ നാടൻ ചേമ്പ് വിത്തില്ലേ, അത് പുഴുങ്ങിയെടുക്കാം അല്ലേ. അപ്പോൾ ഇനി ഞാനിവിടെ കുറച്ച് ചേമ്പ് വിത്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് വെള്ളത്തിലിട്ട് നല്ല പോലെ തന്നെ കൈ വെച്ച് തിരുമ്പി കഴുകിയെടുക്കണം കേട്ടോ. ചേമ്പ് വിത്തുമ്മലേ മണ്ണും ചെള്ളയൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ല പോലെ തന്നെ തിരുമ്പി കഴുകി എല്ലാം വെടുപ്പാക്കി എടുക്കണം. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ചേമ്പ് വിത്ത് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുക്കറിലല്ല ഇത് വേവിക്കുന്നത്. കുക്കറിലൊക്കെ വേവിച്ചാലേ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പടം കുത്തണ കോലില്ലേ, അത് വെച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ നമ്മളുടെ ചേമ്പ് വിത്തൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലുരിച്ച് കളഞ്ഞതിന് ശേഷം കട്ടൻ ചായ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വീട്ടിലിവിടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ചേമ്പൊക്കെ നമുക്ക് അധികമായിട്ട് കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.